ഗുഡ് മോർണിംഗ്. മെയ് 31 വേൾഡ് ടൊബാക്കോ ഡേ ആണ്. ഈ വർഷത്തെ ടൊബാക്കോ ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് അൺമാസ്കിംഗ് ദ അപ്പീൽ എന്നുള്ളതാണ്. കപടവേഷത്തിൻ്റെ മുഖംമൂടികളെ തുറന്നു കാട്ടുക എന്നുള്ളതാണ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അർബുദത്തിന് കാരണമാകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ലോകത്ത് ദശകോടിക്കണക്കിന് ആളുകളാണ് പുകവലിയുടെ ദൂഷ്യഫലം മൂലം മരണപ്പെട്ടു പോകുന്നത്. പുകവലി നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പല ക്യാൻസറുകൾക്കും 25% മടങ്ങ് കാരണമാകുന്നുണ്ട്. ഈ പുകവലിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ, ആദ്യം ഒരു തവണ നമ്മൾ പുകവലിക്കുമ്പോൾ ഇതിൻ്റെ നിക്കോട്ടിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൽ എഫക്റ്റ് ചെയ്ത് നമുക്ക് സന്തോഷം, അനുഭൂതി ഒക്കെ ഉള്ള ഒരു അവസ്ഥ തരും. പിന്നീട് അത് നമുക്ക് വീണ്ടും നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വലിക്കണമെന്നുള്ള ഒരു തോന്നലുകൾ നമുക്കുണ്ടാവുകയും ചെയ്യും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ പുകവലി മൂലം ലങ്സിന് മാത്രമല്ല ക്യാൻസർ ഉണ്ടാകുന്നത്. നമ്മുടെ വായ്ക്കകത്ത്, തൊണ്ടയ്ക്കകത്ത്, മോണയ്ക്കകത്ത്, അതുപോലെ തന്നെ കരളിന്, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉൾപ്പെടെയുള്ള മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ക്യാൻസറിന് 25% വരെ കാരണമാകുന്നത് പുകവലി തന്നെയാണ്. പുകവലി 2 തരത്തിലാണുള്ളത്. നമുക്ക് ഡയറക്റ്റ് വലിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പുകവലിക്കുന്നവരുടെ അടുത്ത് നിന്ന് ആ പുകയെ ശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് നമ്മളുടെ നരമ്പുകൾക്കിടയിലേക്ക് അടിഞ്ഞുകൂടി നമ്മളുടെ രക്ത ഓട്ടം കുറയുന്ന ഒരവസ്ഥയുണ്ടാകും. ക്യാൻസറുകൾ മാത്രമല്ല, അതുപോലെ തന്നെ രക്തയോട്ടം നമ്മളുടെ കാലുകളിലേക്കുള്ളതൊക്കെ കുറഞ്ഞ് നമുക്ക് കാലുകൾ മുറിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥയും പുകവലി മൂലം ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഈ രക്തയോട്ടം കുറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് പക്ഷാഘാതം ഉണ്ടാകാനായിട്ടുള്ള വലിയൊരു സാധ്യതയും ഈ പുകവലി മൂലം ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ട് 3 മടങ്ങാണ് പുകവലി കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതേപോലെ തന്നെ ഡയബറ്റിസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അങ്ങനെ ശരീരത്ത് ഒട്ടനവധി അസുഖങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാരണം ആവുന്നത് ഈ പറയുന്ന പുകവലിയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ മാത്രമല്ല, ലങ്സിൽ COPD പോലെയുള്ള അതികഠിനമായ ചുമ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുന്ന നമ്മളുടെ ലങ്സ് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കും പുകവലി മൂലം എത്തപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട പുകവലി മൂലം നമുക്കുണ്ടാകാവുന്ന അസുഖങ്ങളെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഇതിനെ നിർത്തുവാനായിട്ട് സാധിക്കും? സ്റ്റാർട്ട് എന്നാണ് നമ്മളതിന് പറയുന്നത്. സ്റ്റാർട്ട് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്നാണ്. എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഡേറ്റ് എന്നുള്ളതാണ്. നമ്മളൊരു ദിവസം നിശ്ചയിക്കുക. ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിച്ച് ഇനി ആ ദിവസം മുതൽ നമ്മൾ പുകവലിക്കുന്നില്ല എന്ന് ഒരു തീരുമാനമെടുക്കുക. ടു ടെൽ യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. കാരണം നമുക്ക് പുകവലിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകും നമ്മളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അവരോട് പറയുക, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി പുകവലിക്കുക ഇല്ല എന്നുള്ളത്. അടുത്തതായിട്ട് ആൻറ്റിസിപ്പേറ്റ് സം ഇഷ്യൂസ്. കാര്യം പുകവലി നിർത്തുമ്പോൾ നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, അതുപോലെ തന്നെ കൈവിറയ്ക്കും, നമുക്ക് വല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും. ആ അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് മാറി ചിന്തിക്കുവാനായിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. വിഡ്രോവൽ സിംറ്റംസ് പോലെ തന്നെ നമുക്ക് വീണ്ടും വലിക്കണമെന്ന് തോന്നും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക, പാട്ട് കേൾക്കുക, TV കാണുക, അല്ലെങ്കിൽ ചായ കുടിക്കുക, അല്ലെങ്കിൽ മുട്ടായി കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവ് സിഗരറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം നമുക്കൊരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആഷ്ട്രേ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലൈറ്റർ കാണുമ്പോൾ, അല്ലെങ്കിൽ പുകവലിച്ച ഒരു റൂമിലിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ, അവിടെ നമ്മളൊരു എയർ ഫ്രഷ്നറൊക്കെ അടിച്ച് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് സാധാരണ ഇതിൽ നമുക്കൊരു 3 മാസമൊക്കെയാണ് ഇതിന് വേണ്ടത്. ആ 3 മാസം കൊണ്ട് ഒരു 21 ദിവസമെങ്കിലും നമ്മൾ ഇതിനെ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന പുകവലി നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അവസാനം ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ്. ടോക്ക് യുവർ ഡോക്ടർ എന്നുള്ളതാണ്. ടോക്ക് ടു യുവർ ഡോക്ടർ. നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. കാരണം നമുക്ക് പുകവലി നിർത്തുവാനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ നിക്കോട്ടിൻ ബബിൾഗം ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പുകവലിയുടെ ഡയറക്റ്റ് പുകവലിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഒരു ചെറിയ രസത്തിന് വേണ്ടിയിട്ട് പോലും നമ്മൾ ആരും പുകവലി ആരംഭിക്കരുത്. കാരണം ഇത് വലിയ രീതിയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദശകോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകും
കാരണമാകുന്ന ഒന്നാണ്. നമ്മളുടെ ശരീരത്തിലെ എല്ലാ ക്യാൻസറുകൾക്കും 25% വരെ കാരണവും ഈ പുകവലി തന്നെയാണ്. ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും. സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ളത് ഇൻഡയറക്റ്റായിട്ട് ഈ പുകവലി മൂലം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.